പ്രിയമുള്ളവരെ, നിങ്ങളെ ചിരിപ്പിക്കാനും രസിപ്പിക്കാനുമായി ഞാൻ വീണ്ടും ഇതാ എത്തിയിരിക്കുന്നു. ഒരു വീഡിയോ കാണിക്കാം, അതിനുശേഷം ബാക്കി പറയാം. ഇതുകൊണ്ട് ഈ കാണുന്നതാണ് സംഭവം. നല്ല ദാമ്പത്യ ജീവിതം നയിക്കുന്നതിന് ക്ലാസ് എടുത്തിരുന്ന ധ്യാന ദമ്പതിമാർ തമ്മിലടിച്ചു. ഭാര്യയുടെ തലയടിച്ചു പൊട്ടിച്ചു. ഒന്ന് കേൾക്കാം. നമസ്കാരം. നല്ല കുടുംബജീവിതം നയിക്കുന്നതിന് ധ്യാനങ്ങൾ നടത്തുകയും യുവതി യുവാക്കൾക്ക് കൗൺസിലിംഗും മോട്ടിവേഷൻ ക്ലാസ്സും എടുത്തിരുന്ന മാതൃകാ ദമ്പതികളെന്ന് സോഷ്യൽ മീഡിയയിൽ അറിയപ്പെട്ടിരുന്ന ചാലക്കുടിയിലെ ധ്യാന ദമ്പതികൾ തമ്മിലടിച്ചു. ചാലക്കുടിയിലെ ഫിലോകാലിയ ഫൗണ്ടേഷൻ നടത്തിപ്പുകാരായ ജിജി മാരിയോയും ഭർത്താവ് മാരിയോ ജോസഫുമാണ് കുടുംബ തർക്കം തീർക്കുന്നതിനിടെ തമ്മിലടിച്ചത്. അപ്പോൾ പ്രിയമുള്ളവരെ, അതിൻ്റെ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതായത് മറ്റുള്ളവരെ ഉപദേശിച്ച് നേരെ നടത്തുന്ന രണ്ട് വ്യക്തികളായിരുന്നു അവർ. വളഞ്ഞു നടക്കുന്നവരെയൊക്കെ നേരെ നടത്തുന്നവരായിരുന്നുവെന്ന്. അപ്പോൾ പെട്ടെന്ന് ഇതിനെക്കുറിച്ച് പറയാനൊരു കാരണമുണ്ട്. പണ്ട് ഇതുപോലെ എൻ്റെ വീട്ടിൽ ഒരമ്മച്ചി ഇതുപോലെ പ്രാർത്ഥനയ്ക്ക് വരുമായിരുന്നു. ഇച്ചിരി പ്രായം ചെന്ന ഒരമ്മച്ചി. അപ്പം പ്രാർത്ഥനയല്ലേ, അമ്മച്ചി പ്രാർത്ഥിച്ചിട്ട് പോകട്ടെ എന്ന് കരുതി നമ്മൾ അതിന് അമ്മച്ചിയുടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കും. അമ്മച്ചി പോകാൻ നേരം അമ്മച്ചിക്ക് സ്തുതിയൊക്കെ കൊടുക്കും. അങ്ങനെ ഇരുന്നു. അപ്പം ഒരു സുപ്രഭാതത്തിൽ ഇത് കാണാനിട വന്ന അയൽവാസിയായ ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞു, ഈ അമ്മച്ചിയെക്കുറിച്ച് വല്ലതും അറിയാമെന്ന് എന്നോട് ചോദിച്ചു. അമ്മ എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പറയുകയാണ്, അതായത് ഇന്ന സ്ഥലത്താണ് വീടെന്നും അവരുടെ കഥ എൻ്റെ അടുത്ത് പറയുകയാണ്. വീട്ടിൽ മരുമകളുണ്ട്. അപ്പം ഈ അമ്മായിമ്മയും ആ മരുമകളും തമ്മിൽ പൊരിഞ്ഞടിയാണ്. പൊരിഞ്ഞടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശദീകരിച്ച് ഇപ്പോൾ ഞാൻ പറയുന്നില്ല, അത് പറയാനൊരു സമയമില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഈ പുറമേ കാണിക്കുന്ന ഈ പ്രാർത്ഥനയും കൂട്ടായ്മയും ഒക്കെ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇപ്പോൾ ഈ കണ്ട മാതിരി, ഇപ്പോൾ ഈ ന്യൂസ് കേട്ട മാതിരി. അപ്പം അതായത് നമ്മൾക്ക് ഇൻസ്റ്റാൾമെൻ്റായിട്ട് ആത്മബലവും എല്ലാം തരാനായിട്ട് ഇറങ്ങിയിരിക്കുന്ന ഇതുപോലെ കുറേ ടീമുകളുണ്ട്. നിങ്ങളെ ആൾക്കാർ ഉപദേശിക്കാൻ വരുമ്പോൾ, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഇതുപോലൊക്കെ തരാനായിട്ട് വരുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, അവർക്ക് അതിനുള്ള യോഗ്യതയുണ്ടോ എന്നൊന്ന് അറിയുക. ഇങ്ങനെയുള്ള ആൾക്കാരുടെ മുന്നിൽ ചെന്ന് പെടരുത്. ശരിക്കും അന്വേഷിച്ച് ഇപ്പം ഒരു കൗൺസിലിംഗ് ഒക്കെ വേണ്ട ആവശ്യമുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പം തീർച്ചയായിട്ടും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകുന്നവർക്ക് ആരുടെയെങ്കിലും ഒരു കൗൺസിലിംഗ് ഒക്കെ വേണ്ട തന്നെയാണ്. അപ്പം അതുപോലെ സർട്ടിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്തേക്ക് പോവുക, അല്ലാണ്ട് ചെന്ന് പെട്ടുപോകരുത് ഇങ്ങനെയുള്ള ടീമുകളുടെ ഒന്നും അടുത്ത്. ഇപ്പോൾ തന്നെ മനസ്സിലായല്ലോ അവിടെ എന്താ സംഭവിച്ചത്. ന്യൂസിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. കൂടുതൽ അതിലേക്ക് ഞാൻ പോകുന്നില്ല. കാര്യം ഇത്രയേ ഉള്ളൂ, ഈ പുറമേ കാണിക്കുന്ന കാട്ടിക്കൂട്ടലുകൾ ഒന്നും ആയിരിക്കില്ലേ പലരുടെയും യഥാർത്ഥ ജീവിതം. മനസ്സിലാക്കുക.